ബഹുമാനപ്പെട്ട മുഗൾ ചക്രവർത്തി ഔറംഗസീബ് അദ്ദേഹത്തിനെതിരെ വിവാദ പരാമർശവുമായി യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, അതായത് ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ദുഷ്പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ റിക്ഷ തള്ളുന്നവരായി മാറിയതെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. അപ്പോൾ നമ്മൾ ഈ ഔറംഗസീബിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണ്ടേ. ഔറംഗസീബിന്റെ ഭരണകാലത്ത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അന്യമത ബഹുമാനത്തിന്റെയും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ചരിത്രകാരനായ അലക്സാണ്ടർ ഹാമിൽട്ടൺ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ അനേകകാലം നിലനിൽക്കുന്നതിനു വേണ്ടിയും അപരമത വിദ്വേഷം ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും രഞ്ജീവൻ എന്ന പുരോഹിതൻ താമസിക്കുന്ന ഗംഗയുടെ തീരത്ത് ബനിമാധവ് കടവിനടുത്തായും അവിടെയുള്ള പള്ളികളുടെ അരികിലായി കിടക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഹിന്ദുക്കളെയും ബ്രാഹ്മണരെയും ആരുമേലാൽ ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുതെന്നും ഇതിനാൽ വിളംബരം ചെയ്യുന്നു. അദ്ദേഹം ഒരിക്കലും ആഡംബരങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനൊരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സ്വന്തമായി തൊപ്പി തുന്നിയാണ് അദ്ദേഹം തന്റെ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചിരുന്നു: ഞാൻ തൊപ്പി തുന്നിയുണ്ടാക്കിയ 4.5 രൂപ എന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ഞാൻ ഖുർആൻ എഴുതിയുണ്ടാക്കിയ 800 കാശ് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അദ്ദേഹം കിടന്നിരുന്നത് മൃഗത്തോൽ വെച്ചുണ്ടാക്കിയ കിടക്കയിലായിരുന്നു. അതുപോലെ സ്വർണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രരേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ ചരിത്രങ്ങൾ ഒരുപാട് വളച്ചൊടിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളുടെ അമ്പലം പൊളിക്കുകയും മുസ്ലിങ്ങളുടെ പല്ല് കെട്ടി ഉണ്ടാക്കിയതായും കള്ളക്കഥകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണസമയത്ത് 453 മുസ്ലിങ്ങളും 110 ഹിന്ദുക്കളും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. യമുനയുടെ തീരത്ത് ഷാജഹാൻ ചക്രവർത്തി വലിയൊരു ശവകുടീരം നിർമ്മിക്കുന്നതിനിടയിൽ അദ്ദേഹം രോഗശയ്യയിൽ ആയി. ഏകദേശം താജ്മഹലിനെ പോലെ അത്രയും വലുപ്പത്തിൽ. അപ്പോൾ തന്നെ ഔറംഗസീബ് ഉത്തരവിറക്കി അത് പൊളിച്ചു മാറ്റണമെന്ന്. അതിലുപയോഗിച്ചിരിക്കുന്ന വില കൂടിയ മാർബിളുകൾ നാണയം ഉണ്ടാക്കാനും റോഡ് ഉണ്ടാക്കാനും തീരുമാനമായി. ഇത്തരത്തിൽ ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ചാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവഹേളനങ്ങൾ നടത്തുന്നത്. മുസ്ലിം ആയതുകൊണ്ട് മാത്രം അയാൾ രാജ്യവിരോധിയാകുന്നു. രാജ്യത്തിനു വേണ്ടി ചെയ്ത സംഭാവനകൾ മറക്കുന്നു. അന്യമത വിദ്വേഷവും വർഗീയതയും മനുഷ്യനെ തമ്മിൽ അകറ്റുന്നതാണ്. എല്ലാവരും മനസ്സിലാക്കുക.